എല്ലാവർക്കും അൽത്താഫിസം എന്ന എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ കുറെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇത് എന്റെ ഒരു മൂവി റിവ്യൂ വീഡിയോ ആണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അതെല്ലാവരും കാണാം. ഇപ്പൊ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കണ്ടാൽ മതി, ഇപ്പൊ എന്നെ പോയി കാണണ്ട. അപ്പൊ ഞങ്ങളിന്ന് ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പടത്തിന്റെ റിവ്യൂ ആണ്. പടം നിങ്ങൾ മലയാളത്തിലൊക്കെ ഒരു പടം കണ്ടിട്ടുണ്ടാവും, ആട് എന്നാണ് പടത്തിന്റെ പേര്. പക്ഷെ അതിന്റെ ഫുൾ നെയിം ആട് ഒരു ഭീകരജീവിയാണെന്നാണ്. അല്ല, ആടൊരു ഭീകരജീവിയാണ്. അപ്പൊ ആടെന്ന് പറയുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വീടിന്റെ അടുത്ത് കൂടെ ഒക്കെ വല്ല വീട്ടിലൊക്കെ ആടുണ്ടെങ്കിൽ അവിടെ ഈ ആടെന്ന് പറഞ്ഞിട്ടൊരു ജീവിയുണ്ടാവും. പക്ഷെ അതൊരു ഭീകരജീവിയല്ല. പക്ഷെ ആ പടത്തിൽ എന്തുകൊണ്ട് ആടൊരു ഭീകരജീവിയാണെന്ന് വന്നു, അതിനെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ശരിക്കും ആടൊരു ഭീകരജീവിയാണോ? ആടൊരു ഭീകരജീവിയല്ലല്ലോ. അല്ല, പക്ഷെ ആടൊരു സാധാരണ ഒരു ജീവിയാണ്. അത് ആട് നമുക്ക് പാല് തരും, പിന്നെ ആട്ടിൻകാട്ടം തരും. ആടിന്റെ പാല് വെച്ച് നമുക്ക് ചായ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പാല് വെറുതെ നമുക്ക് കുടിക്കുകയും ചെയ്യാം. പിന്നെ ആട്ടിൻകാട്ടം നമുക്ക് ഇതിനൊക്കെ വളമിടാം, ചെടികൾക്കും അതേപോലെ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ പടത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ പടത്തിന്റെ ഡയറക്ടർ പേര് മിഥുൻ മാനുവൽ തോമസ് എന്നാണ്. പക്ഷെ അതില് അഭിനയിച്ചേക്കുന്നത് ജയസൂര്യാണ്. ജയസൂര്യ അതേപോലെ ധർമ്മജൻ, പിന്നെ കുറെ പേര് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അറക്കെല്ലാം പോയിട്ട് നമ്മുടെ സൈജു കുറുപ്പാണ് അഭിനയിച്ചേക്കുന്നത്. ഇതില് ജയസൂര്യയുടെ ക്യാരക്ടറിന്റെ പേര് ഷാജി പാപ്പൻ എന്നാണ്. ഷാജി പാപ്പൻ എന്ന് പറയുമ്പോൾ ഒരു വടംവലി ടീമിന്റെ മാനേജറാണ്. ആളുടെ കുറച്ച് ലൈഫൊക്കെ ആയിട്ട് ബേസ് ചെയ്തിട്ടാണ് ഈ പടം പോകുന്നത്. താങ്കൾ ആ പടം കണ്ടല്ലേ? ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? അപ്പൊ പടത്തിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഈ ഷാജി പാപ്പന്റെ ടീം ഒരു വടംവലിക്ക് പോകുന്നിടത്താണ് ഫസ്റ്റ് പടം തുടങ്ങുന്നത്. അപ്പൊ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വടംവലിക്കാരും വേറെ വടംവലിക്കാരായിട്ട് ഒരു ചെറിയ ക്ലാഷ് ഉണ്ടാവും. അപ്പൊ ആ ക്ലാഷിൽ തന്റെ ടീമിനെ രക്ഷിക്കാനായിട്ട്, വടംവലിയിലത്തെ ക്ലാഷില് ഇവര് സംസാരിച്ച് അലമ്പുണ്ടായിട്ട് രക്ഷിക്കാനായിട്ട് ഫസ്റ്റ് ഷാജി പാപ്പൻ ഓടി വരും. അതായത് ജയസൂര്യ ഓടി വന്നിട്ട് എന്റെ പിള്ളേരെ തൊടുകൂടാന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ചവിട്ട്, ഫസ്റ്റ് ഒരു ചവിട്ട് കൊടുക്കും. പ്രഡിക്റ്റബിൾ ആയി. രണ്ടാമത്തെ ഇൻട്രോ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ഇൻട്രോ ആണ്. മറ്റേ ഒരു ഇങ്ങനെയൊക്കെ ഒരു സാധനം കാണിച്ചിട്ട് മറ്റേ വായിൽ മുറുക്കാനിട്ടിട്ട് ഷാജി പാപ്പൻ ഓടി വരും. അജി മസ്താൻ സലാമൊഴിക്കും വീരൻ പാപ്പൻ ഷാജി പാപ്പൻ ചീരിപ്പായി വൈറ്റല്ലേ ഷാജി പാപ്പൻ. ആ ഇൻട്രോ സോങ് വെച്ചിട്ട് ഷാജി പാപ്പൻ ഓടി വരും. അപ്പോ ഷാജി പാപ്പൻ വന്നിട്ട് ഇങ്ങനെ അവിടെ കുറച്ച് സീനം കേട്ട് ആദ്യത്തെ ചവിട്ട് കിട്ടും. രണ്ടാമത്തെ ചവിട്ടിൽ ആളുടെ ഇടുപ്പ് ഉളുക്കുന്നു, നടുവിന് വേനയുള്ള ആളാണ്. അപ്പൊ ഇടുപ്പ് ഇങ്ങനെ ഉളുക്കും. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആളെ ഒരു ബെഞ്ചിൽ കൊണ്ടുപോയി കിടത്തും. എന്നിട്ട് കുറച്ച് ആളൊരു പോയി യൂണിഫോം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വടംവലി കഴിഞ്ഞിട്ട് ഇവര് ജയിക്കും. എന്നിട്ട് ഇവർക്ക് ഒരു ആടിനെ സമ്മാനമായിട്ട് കിട്ടും. അപ്പൊ പടത്തിൽ നമ്മൾ വിചാരിക്കും, ആട് ഭീകരജീവി എന്ന് പറയുമ്പോൾ നമ്മൾ പേര് നമ്മൾ വിചാരിക്കും ഈ ആട് ഒരു പ്രേതമായിട്ട് വന്നിട്ട് അതിന്റെ ഗോഡ്സിലയുടെ പോലത്തെ ആടായിരിക്കും. പക്ഷെ അങ്ങനത്തെ ആടായിരിക്കില്ല, ചെറിയ കുഞ്ഞി ആടായിരിക്കും. അപ്പൊ ആടിനെ ഒരു പിങ്കിന്ന് വിളിക്കും. അപ്പൊ പിങ്കി എന്ന് പറഞ്ഞ ആടിനെ ഇവര് കൊണ്ടുപോയിരിക്കും. അപ്പൊ ഇവര് വിചാരിച്ച ആടല്ലേ കിട്ടും. അപ്പൊ ഒരു പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു. അപ്പൊ അവരിങ്ങനെ ആലോചിക്കുമ്പോ അവർക്കിങ്ങനെ മനസ്സിലാവും, നമുക്ക് ഈ ആടിനെ നമുക്ക് ബാർബറിക്ക് ഉണ്ടാക്കാൻ പറയും. ബാർബിക്യൂ. അപ്പൊ ബാർബിക്യൂ ആരക്കുന്നത്? അപ്പൊ അറക്കിലബ് ഇറക്കുന്നത്. അപ്പൊ അറക്കിലബിന്റെ ഒരു തീം സോങ് ഉണ്ട്. അപ്പൊ ഭീകരൻ കൊടുംഭീകരൻ ഭീകരൻ രുതിരപ്രിയൻ വടിവാളിനാൽ തല ചീകിലും തല കൊയ്യലും ഒരു ഹോബിയാണ് പറഞ്ഞ ഒരു പാട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ആടി കിടക്കാനൊക്കെ ആയിട്ട് ഒരു റിസോർട്ടിൽ പോകും. റിസോർട്ടിൽ വെച്ചിട്ട് ഒരു ആടിനെ ഒരു കൊല്ലാൻ വേണ്ടിയിട്ട് മയക്കുമരുന്ന് കുത്തിവെച്ചിട്ട് ആടിനെ ബോധം കെടുത്തിട്ട് അങ്ങനെ ഇറക്കാനുള്ള ഒരു പ്ലാൻ ആയിരിക്കും. പക്ഷെ